അതെ, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കപ്പയും മീനുമാണേ. ഇത് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ടൊന്നും ചെയ്തതല്ല. അമ്മ ഇതുണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കപ്പയും മത്തിയും ചെയ്യാനായിട്ട് അമ്മ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മത്തി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചട്ടിയിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ആ വാളംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. അതിനുശേഷം ആ ചട്ടിയിലേക്ക് കുതിർത്ത് വെച്ച വാളംപുളിയുടെ വെള്ളമാണ് അമ്മ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ മത്തി പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷേ വറക്കുന്നത് എനിക്കിഷ്ടമാണ്. കറി വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചെറിയ മത്തിയാണെങ്കിൽ ഓക്കെ, വലിയ മത്തി നമുക്ക് പിടിക്കില്ല. കഥ പറഞ്ഞിരുന്ന സമയത്ത് അമ്മ ഏതായാലും ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം മത്തി ഉഷാറായി വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കപ്പ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതോടൊപ്പം തന്നെ അത് വേവിക്കാനും വെക്കുക. ആ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അമ്മ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചിരകിയതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 3 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാകത്തിന് നമ്മൾ അരച്ചെടുക്കുക. ഇതൊക്കെ റെഡിയാകുന്ന സമയത്ത് നമ്മുടെ മത്തി വറ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു പാത്രം എടുക്കുക. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പറ്റിച്ച് എടുത്തിട്ടുള്ള മത്തി നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് ആ മത്തി വറ്റിച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് തന്നെ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതായത് കപ്പ എന്തോരം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇത് കറക്റ്റാണോ എന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. അമ്മ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു മിക്സ് തിളയ്ക്കുന്നത് വരെ. തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കപ്പയും അരപ്പും നന്നായിട്ട് യോജിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനായിട്ട് ഈ കപ്പ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഈ ഒരു മിക്സുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു പാകത്തിന്, അതായത് അതിനകത്ത് വെള്ളം ഒക്കെ വറ്റി ഈ ഒരു കുഴമ്പ് രൂപത്തിലായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയും മീനും റെഡിയായിട്ടുണ്ടാവും. ഇത് ഞങ്ങൾ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ ചായയുടെ കൂടെ കപ്പയും മീനുമാണ്. എന്തായാലും നല്ല പൊളി ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കിയതല്ലേ, ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഓഫീസിലൊക്കെ പറയാറുണ്ട് അമ്മയുടെ കറികളും പലഹാരങ്ങളൊക്കെ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഈ ഒരു കപ്പയും മീനും എന്ന് പറയുന്നത് ഞങ്ങളുടെ വിനോദേട്ടൻ പറയും, കള്ള് ഷാപ്പിലൊക്കെ കൊടുക്കണം ചെയ്തു, എന്താ ടേസ്റ്റ്, നല്ല അടിപൊളിയായിട്ട് കച്ചവടം ചെയ്തു പോകുമെന്ന്. നമ്മളിവിടെ സ്പെഷ്യലായിട്ട് എന്തുണ്ടാക്കിയാലും അപ്പുറത്ത് വല്യച്ഛൻ്റെ വീട്ടിൽ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനോർത്ത് എന്തായാലും എടുക്കുന്നു, എന്നാൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കും പാകത്തിൽ വാഴയിലയിലേക്കൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു വീഡിയോയും കൂടെ കാച്ചിയേക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പയും മീനും എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ ലൈക്കിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ.